ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് വെച്ചാൽ ഒരു ഹെൽത്തി പായസം റെസിപ്പിയാണ്. നമുക്കിപ്പോൾ ഓണത്തിന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു വെറൈറ്റി പായസം. ഇതിൻ്റെ പേര് റാഗി പാലട പായസം. നല്ല ഹെൽത്തിയാണ്, കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ പറ്റുന്ന ഒരു പായസമാണ്. അപ്പോൾ അതിന് വേണ്ടത് നമ്മുടെ പാലടയുടെ ഒരു പാക്കറ്റ് എടുക്കുക, ഒരു പാക്കറ്റ് പാലട എടുക്കുക, റാഗിയുടെ പൗഡർ എടുക്കുക. ഇത് നല്ല ക്വാളിറ്റി പൗഡറാണ്. പിന്നെ മുന്തിരി, ഇത് നമുക്ക് ഉണക്കമുന്തിരി, കശുവണ്ടിയൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, ഒരു 3 ഏലക്കായ, ഫ്ലേവർ കൂടുതൽ വേണമെങ്കിൽ ഏലക്കയുടെ എണ്ണം കൂട്ടുക, ആവശ്യത്തിന് പാല്, പിന്നെ നമ്മുടെ നല്ല നെയ്യ്, മിൽമയുടെ നെയ്യാണ് ഞാൻ എടുത്തേക്കുന്നത്, നല്ലൊരു നെയ്യ്. ഓക്കെ, ആദ്യം കുക്കർ എടുത്തിട്ട് കുക്കറിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മുടെ ഈ പാലട വേവിക്കാനായിട്ട് വെക്കുക. കുക്കറിലാകുമ്പോൾ നമുക്ക് ക്വിക്കായിട്ട് ചെയ്യാൻ പറ്റും. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പാലട വേറെ ഒന്നും ഇടണ്ട കേട്ടോ. അതിനകത്തേക്ക് പാലടയും വെള്ളവും മാത്രം മതി. ഞാനിവിടെ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒരു പാക്കറ്റ് പാലടയ്ക്ക്. എന്നിട്ട് നമ്മളത് വേവിക്കാൻ വേണ്ടി അടുപ്പിലോട്ട് വയ്ക്കുക. ഗ്യാസൊക്കെ കത്തിച്ചു, അതവിടെ ഇരിക്കട്ടെ. ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ റാഗിപ്പൊടി എടുക്കുക, 1 കപ്പ് വെള്ളം ഒഴിക്കുക. ഇത് നന്നായിട്ട് അതിൻ്റെ കട്ടയൊക്കെ ഉടച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ടത് അതിന് കുറച്ച് കാര്യങ്ങളുണ്ടാവും. നന്നായിട്ടത് മിക്സ് ചെയ്ത് അതിൻ്റെ കട്ടയൊക്കെ ഉടച്ചിട്ട് അതൊരു നല്ലൊരു കൺസിസ്റ്റൻസി ആക്കി എടുക്കുക. നന്നായിട്ട് അതിന് ശേഷം ഇപ്പോൾ കട്ടയൊക്കെ ഉടഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒരു അരിപ്പ വെച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുക. കാര്യം ഇതിന് ഉമി ഉണ്ടാവില്ലേ, എന്താ പറയുക, പൊടി ഉണ്ടാവും, അത് കുറച്ച് കളയുന്നതായിരിക്കും ബെറ്റർ, അല്ലെങ്കിൽ നമുക്ക് വയറുവേദന വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് ഒഴിവാക്കുക. നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. കുറച്ച് ഇതിൻ്റെ അടിഭാഗത്ത് കുറച്ച് പൊടി വന്നിട്ടുണ്ടാകും, അത് നമ്മൾ ഇച്ചിരി എടുത്തോടാം. കാര്യം നമുക്കിത് കുറുക്കുന്ന ടൈമിൽ നല്ല ഒരു കുറുക്കായിട്ട് വരും. ഇച്ചിരി എടുക്കുക, ബാക്കി ഒഴിവാക്കുക. ഇനി അതൊരു അടുപ്പിൽ വെച്ചിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് ഇളക്കുന്ന ടൈമിൽ നമ്മൾ ഒരിക്കലും കൈ വിട്ട് കളയരുത്. കൈ വിട്ടാൽ ഇത് കട്ടായി പോകും. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിത് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. കൂട്ടത്തിൽ ഏലക്ക ഒന്ന് പൊടിച്ചിട്ടോ ചതച്ചിട്ടോ അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. കാര്യം പായസത്തിൻ്റെ അളവിനനുസരിച്ച് നമ്മൾ ഇതിന് വെള്ളം ഒഴിച്ചിട്ട് കുറുക്കണം. അങ്ങനെ കുറുക്കി നമ്മുടെ ഈ റാഗിയുടെ കൺസിസ്റ്റൻസി ഈ ഒരു ലെവലിലെത്തണം. ഈ ഒരു ലെവൽ വേണം. ഈ ഒരു കുറുക്കിൽ ഇത് നമ്മൾ ആക്കിയെടുക്കണം. ഗ്യാസ് ഓഫ് ചെയ്യുക. അപ്പോഴത്തേക്കും നമ്മുടെ കുക്കർ നോക്കുക. നമ്മുടെ പാലട ഓക്കെ, നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഇതാണ് പാലടയുടെ വേവ്. പാലട മാറ്റി വെക്കുക. ഒരു പാൻ എടുത്തിട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര എടുത്ത് അതൊന്ന് ഉരുക്കിയെടുക്കുക. നന്നായിട്ട് കുറച്ച് നെയ്യും കൂടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഉരുക്കുക. അതിനകത്തേക്ക് നമ്മുടെ 1 കപ്പ് പാൽ, അത് ഞാൻ കുറച്ച് ഫാസ്റ്റാക്കി പോയായിരുന്നേ, 1 കപ്പ് പാലൊഴിച്ചിട്ട് അതൊന്നും കൂടി, അതായത് പഞ്ചസാര ഇടുക, ഉരുക്കുക, അതിനകത്തേക്ക് 1 സ്പൂൺ നെയ്യ് ഇടുക, എന്നിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യുക, 1 കപ്പ് പാലൊഴിക്കുക. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടിഭാഗം ഇങ്ങനെ കട്ട പോലെ വരും. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഈ പാലടയുടെ വേവിച്ച നമ്മുടെ ആ കൂട്ടുണ്ടല്ലോ, അത് നമ്മൾ ഈ പാലിലേക്ക് തട്ടിക്കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അടിഭാഗത്ത് പഞ്ചസാര ലൈനി കിടപ്പുണ്ടാവും, അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. പാലും പഞ്ചസാര ലൈനി ഈ പാലടയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ കുറുകി വെച്ചേക്കണ നമ്മുടെ എന്താ അതിൻ്റെ പേര് മറന്നല്ലോ, റാഗി നന്നായിട്ട് ഇളക്കിയിട്ട് അതും കൂടി നമ്മൾ എന്ത് ചെയ്യുക, ഈ പായസത്തിലേക്ക്, അതായത് നമ്മുടെ ഈ പാലട കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തു. ആയിവാ. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഓക്കെ, നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ഗ്യാസ് സ്റ്റൗവൊക്കെ ഒന്ന് ഇച്ചിരി ഒന്ന് ചെറിയതാക്കി വെക്കുക കേട്ടോ. ഫുള്ളിൽ വെച്ചാൽ അടി പിടിക്കുവേ. അതിന് ശേഷം ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യുക.
ഓക്കെ, അപ്പോൾ നമ്മൾ നെയ്യൊക്കെ ഒഴിച്ച് നല്ല പായസം നല്ല പരുവത്തിലായിട്ടുണ്ട്, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പായസം 90% കഴിഞ്ഞു, റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ പായസം. ഇനി നമ്മൾക്കിനകത്തേക്ക് ലാസ്റ്റായിട്ട് നമ്മുടെ കശുവണ്ടിയും മുന്തിരിയൊക്കെ ഇടുന്ന ഒരു ടൈമായി. നമ്മളിവിടെ നോർമലി കശുവണ്ടിയൊന്നും പായസത്തിലിട്ടാൽ കഴിക്കില്ല, അതുകൊണ്ട് നമ്മൾ മുന്തിരി മാത്രമേ, ഉണക്കമുന്തിരി മാത്രമേ ഇടുന്നുള്ളൂ. ഒരു ചട്ടി വെക്കുക, അതിനകത്തേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിക്കുക. എന്നിട്ട് നമ്മൾ ഞാൻ കറുത്ത മുന്തിരി എടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ മറ്റേ ടൈപ്പ് ഉണ്ടെങ്കിൽ അതിടാം കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായിട്ട് വറുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പായസത്തിലേക്ക് ഇടുക. ഇതിനകത്തേക്ക് നമുക്ക് മുന്തിരി ഇടാം, തേങ്ങാക്കൊത്തൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ നമ്മുടെ പായസം റെഡിയായി. നല്ലൊരു പഴവും പപ്പടവും കൂട്ടി അടിച്ചാൽ കിടിലൻ ടേസ്റ്റാണ്. താങ്ക് യു.